ഹലോ ഓൾ. ഇന്ന് നമുക്ക് ഒരു മീറ്റപ്പ് ഉണ്ട്. ഇന്ന് ക്രിസ്മസ് ഈവനിങ് ആണ്. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കാർത്തിക ചേച്ചിയുടെ വീട്ടിലാണ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. എല്ലാവരും നേരത്തെ അറ്റൻഡൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറയാം. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, പിരിയുന്നു. അപ്പം ഇന്നത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് ചിക്കനും, പിന്നെ അതിന് കുറച്ച് അകമ്പടിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. വെജീസിനെ എല്ലാം കൂടെ ആക്രമിച്ച് തുടങ്ങി. വെജീസ് എല്ലാം അരിഞ്ഞു കൂട്ടുന്നുണ്ട്. റൈസാണെങ്കിൽ വേവിച്ച് വെച്ച്, അതായത് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെ പരിചയപ്പെടാം. ഇതാണ് ജിഫി ചിക്കനെ സർജറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടിക്കാരല്ലേ, എങ്ങനെ തണ്ണിമത്തനെ സർജറി ചെയ്യാമെന്നാണ് അഞ്ജലി ആലോചിക്കുന്നത്. ഇത് ജിജിയാണെങ്കിൽ എടുക്കാൻ പറ്റാത്ത കത്തിയുണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചു. ഇപ്പം നിങ്ങൾ കണ്ടതാണ് കാർത്തിക ചേച്ചിയുടെയാണ് വീട്. ഇത് മെയിൻ ഷെഫായിട്ടുള്ള കാശി, അവനാണ് ഈ ബിരിയാണിയുടെ മൊത്തം ബ്രെയിൻ. അവൻ്റെ സ്വന്തം റെസിപ്പിയാണ്, നമുക്ക് റെസിപ്പി ഷെയർ ചെയ്ത് തന്നില്ല, ദുഷ്ടൻ. ഇനി ഇത് ജെഫിയാണ് ഈ മസാല പിടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ജെഫിയുടെ മസാലയും ആ കോഴിക്കൈയും നല്ല വാശിയോടെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് ജിജി എന്തിനോ വേണ്ടി അരിഞ്ഞു കൂട്ടുന്ന ക്യാരറ്റുകൾ. അരിഞ്ഞ ക്യാരറ്റ് എങ്ങനെ കഴിക്കണമെന്ന് ഡിസ്കസ് ചെയ്യുവാണ് അഞ്ജലി. ഇനി സാലഡിൽ തൈര് വേണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷനാണ് അവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ജെഫിയും മസാലയും തമ്മിലുള്ള ആ മസിൽ പിടുത്തമാണ്. ഇനി ഈ മസാലയിലേക്ക് എന്തൊക്കെയോ കാശി ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരേ വൈബുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടെ ഇതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതല്ലേ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. എന്ത് രസമല്ലേ ഇങ്ങനെയുള്ള മീറ്റപ്സൊക്കെ. ഇതാണ് മുത്തമിഴിനെ ഞങ്ങൾ മുത്തപ്പ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് കേട്ടോ കാർത്തിക ചേച്ചിയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് കൂടെ വയ്ക്കുന്നത്. ഇനി ഇത് ഫ്രൈഡ് ചിക്കനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ എടുപ്പ് കാരണം കാശിക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാശി എന്നെ ഓടിച്ചു വിട്ടു. അതുകൊണ്ട് എനിക്ക് മൊത്തം വീഡിയോസ് ഒന്നും കിട്ടിയില്ല എന്നേ. ഇത് അഞ്ജലി സാലഡ് പക്കായിട്ടുണ്ടാക്കി. അതിന് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് ചേച്ചിയും കൂടെ നിന്നു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് അരിയണം, അത് എൻ്റെ പണിയായിരുന്നു. അപ്പം നമ്മുടെ പണികളെല്ലാം തീർന്നു. ഇത് നമ്മുടെ അന്താക്ഷരി കളിക്കുന്ന ടൈമാണ്. ഈ ഇരിക്കുന്ന പുള്ളിക്കാരത്തിയാണ് ലിൻസി ചേച്ചിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ തല. പിന്നെ ആ ഇരിക്കുന്നതാണ് ജ്യോതിഷേട്ടനാണ് ആ ഗ്രൂപ്പിൻ്റെ ബ്രെയിൻ. എല്ലാം 90s കിഡ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടും ഇവിടെ സ്റ്റോക്കായിരുന്നു.